പിന്നെ വേറെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വേറൊരു കാര്യം നല്ലൊരു ഗുഡ് ന്യൂസ് പറയേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ പറയാം കഴിച്ചു പറയാം. ഇനിയിപ്പോ ഞാൻ തടി ഓർക്കുമ്പോ ഇജ്ജും തടി ഓർക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ വലിച്ചോണ്ട് പോകും. എന്നും എന്താ ചെയ്യുന്ന പോരാന്നറിയണ അന്നേരം മുങ്ങും. ഇന്ന് ഞാൻ പറഞ്ഞേ ഇന്നിന്റെ വിട്ടിയില്ല. ഞാൻ പാളാങ്കാരിന്റെ ഇവിടെ അപ്പൊ റെഡിയാണ്. ഈ പൊതുവെ ഈ ദോശ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? നമ്മള് ഈ കളറും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു തേങ്ങയും കാര്യമൊക്കെ ഇട്ടുമ്പോൾ അടിപൊളിയായിട്ട് നടന്നത്. അത് നമുക്ക് ടൈം മാറ്റാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിന്നെ ഒറ്റക്കാല ഞങ്ങൾ കാണുന്നുള്ളൂ, പക്ഷെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാല് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി നമ്മുടെ ഗുഡ് ന്യൂസ് ഇങ്ങോട്ട് പറയാണ്ട്. അതിപ്പോൾ പറഞ്ഞുതരാം. അതിലുപരി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെ ഇപ്പം കാണിച്ചു തരട്ടോ. അപ്പോൾ ആരും കാണില്ല. സാധാരണ ഇൻഡോ പറയുമ്പോൾ വരെ നിങ്ങൾ എല്ലാവരും കാണുന്നു, പക്ഷെ ഇന്ന് ഞാൻ ഒറ്റക്കുള്ള കാണുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് പേര് ആളെല്ലാവരും ഉണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണ് ഇങ്ങോട്ട് വരും ഞാൻ കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ സംഭവം ഉണ്ട്, എന്താണെന്ന് കാണിച്ചു തരാം. വേരിയുണ്ട് അടുക്കളയിൽ നല്ല മണൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താന്നല്ല പോയോ കേട്ടാ ഇവിടെ എന്താ പരിപാടി എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഭാവ തടി കുറച്ചാൻ തീരുമാനിച്ച് അതാണ്. അല്ലാതെ അടുക്കളയിൽ അതാണ് നടക്കുന്നത്. അടുക്കളയിലേ ഭാവ തടി കുറക്കാൻ തീരുമാനിച്ചു. എത്ര ദോശ ചുടണേ? എത്ര ദോശയാണ് നിങ്ങൾ എത്ര ചുടണ അത്രയും ഞാൻ ചുട്ടരും. നിങ്ങൾ എത്ര തിന്നാ അത്രയും ഞാൻ ചുട്ടരും. തടി കുറക്കാനല്ലേ നിങ്ങൾ എത്ര ചുട്ടുന്ന അത്രയും ഞാൻ ചുട്ടരും. തടി നല്ല അടിപൊളി രായി നല്ല തേങ്ങ കെട്ടിട്ടുണ്ട്. തേങ്ങ ഞാൻ ചെരണ്ടി കൊടുത്താണ്. തേങ്ങ കെട്ടിട്ടുള്ള നല്ല അടിപൊളി രായി ദോശയാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇതാ ചിക്കൻ മകളി ഇവിടെ ആവുന്നുണ്ട്. എന്താണത് ചിക്കൻ മകളി അല്ല, പിന്നെ എന്താണ് ഭാവ നടക്കാൻ പോയിന്നേ. ഇന്നിപ്പൊ വലിച്ചു കൊണ്ടു ഞാൻ പാടി എടുത്ത് കൊണ്ടുപോയി. കാരണം പോരുന്നില്ല. ഇജ്ജും തടി ഓർക്കണം അല്ല എന്നും പോരാൻ തടി ഓർക്കണ്ട. ഞാൻ തടി ഉണ്ടല്ലോ എന്നാണ്. ഇനിയിപ്പൊ ഞാൻ തടി ഓർക്കുമ്പോ ഇജ്ജും തടി ഓർക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ വലിച്ചോണ്ട് പോകും. എന്നും എന്താ ചെയ്യുന്ന പോരാന്നറിയണ അന്നേരം മുങ്ങും. ഇന്ന് ഞാൻ പറഞ്ഞേ ഇന്നിന്റെ വിട്ടിയില്ല. ഞാൻ പാളാങ്കാരിന്റെ ഇവിടെ അറിഞ്ഞാലേ പേരും അൽഹംദുലില്ലാ ഒരു 1/2 മണിക്കൂർ ഞങ്ങൾ അടിപൊളിയായി നടന്ന്. അതെങ്കിലോ ആ അങ്ങാടി കൂടി മനുഷ്യന്മാർ മുഴുവൻ നോക്കി ഇതെങ്കിൽ ഞാൻ മുണ്ട് മറിച്ചുകളാ അറിഞ്ഞത്. അത് നമുക്ക് ടൈം മാറ്റാം കേട്ടോ. നമ്മൾ അങ്ങാടി കൂടി നടക്കുന്ന അവസ്ഥ ആലോചിച്ചോക്കണേ. ടൈം മാറ്റാം. നമുക്ക് നന്ന് രാവിലെ നമുക്ക് പറ്റൂല. നന്ന് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ആലോചിക്കാം. ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വെച്ചിരുന്നു. അപ്പൊ ചിക്കൻ മകളി ചിക്കൻ അടുപ്പിലെ പേര് ഇതെന്താ പിന്നെ പേര് ആ പൂച്ചനാടിയാ പൂച്ച. പണ്ടത്തെ കാലത്തൊക്കെ മക്കളെ ദോശ പോലും കിട്ടുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ നമ്മള് പറഞ്ഞതാണ് ഈ അടുക്കളയിൽ നിന്ന് ഇടയ്ക്ക് പൂച്ചകളെ സൗണ്ട് കേൾക്കുമ്പോ പൂച്ച പൂച്ചാന്നറിയും. പോയി പോയി 3 ദോശ ആയിട്ട് 3 ദോശ ആ മാളുവിന് അനക്കൊന്നല്ലേ? കുട്ടിമാനക്കോ? പൊന്നൂന് 1. ചോറ് അവിടെ ഉണ്ട്. ഇനിയിപ്പോ ഈ ദോശ കാണുമ്പോ എല്ലാവരും ദോശ എല്ലാവർക്കും ദോശ ആക്കിയതാണ്. അതെ ദോശയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെ പറ്റുള്ളൂ. അതെ അപ്പൊ രാവിലെ നാളെ ചിക്കൻ കറിയാനാവൂലേ ഇതിനെ ബാക്കി? എന്താ സംഭവം മാണോ രാവിലെ ഇന്നലെ കടല എന്താ ചെയ്യാ? അത് അടുത്ത ദിവസത്തേക്ക് അത് ഒന്നുകൂടി ഉറങ്ങിക്കോട്ടെ. അതല്ല മാളുവാ. അപ്പൊ ഇന്നിപ്പോ ഇന്നേരം ഈ ചിക്കൻ കറി ഉണ്ടാകാൻ കാരണം എന്താ? ഇന്ന് പകല് ഇല്ലല്ലേ? ഇന്ന് ഇങ്ങോട്ട് പറയാൻ ആ ഓംപ്ലേറ്റ് അത് ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മുട പൊരിച്ചത് എന്ന് വെച്ചാല് ഒരു മസാല കെട്ടുള്ള പൊരിയാണ്. നിങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, ഒരു ദിവസം കാണിക്കേണ്ടത്. ഇപ്പൊ എല്ലാരും ചെയ്യുന്നതിനാവും, ചെയ്യാത്തവരുണ്ടാവും. എനിവേ ഒരു ദിവസം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ എന്തൊക്കെയാണ് റെസിപ്പി അല്ലേ എല്ലാം ഒന്ന് കാണിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാൻ്റെ നാവ് കടിച്ച് ഇത് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ കൂടി. അപ്പൊ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞിട്ടേക്കാണ്. അപ്പൊ ഞങ്ങള് ഇതൊക്കെ ലാമടോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിക്കാൻ വേണ്ടിട്ട് പോകുമ്പോ ബാക്കി വീഡിയോ ഇട്ട് വരാം. ഇപ്പൊ വരട്ടാ മസാല കെട്ടത് എരുണ്ടായിക്കോട്ടെ.
പാക്കറ്റ് പൊടിയാണ്. മുളക് പൊടി കുറച്ച് കൂടിയാലും മടിയില്ല, എരു കുറയരുതിട്ടാ. പാക്കറ്റ് പൊടി ആയതുകൊണ്ടേ നല്ല എരിവുണ്ടാവും. ആയിക്കോട്ടെ. കാശ്മീരി മുളക് കുറഞ്ഞല്ലോ. പറഞ്ഞോ എന്താ? ചിക്കൻ കറിക്ക് ഈ ഒരു ഇല ഇട്ടോക്കണം, നല്ല ടേസ്റ്റ് ആട്ടാ. ഇതിന്റെ പേരെന്താ? കൈതോലെ? കുഞ്ഞി കഷ്ണം. പൈനാപ്പിൾ ഉണ്ടാണ് കൈതോലല്ലോ. അങ്ങനെ തിരുത്തി പറയണം. പൈനാപ്പിളിന്റെ ഇല അല്ലേ? പൈനാപ്പിളിന്റെ ഇല അല്ലട്ടാ, ആ കൈതോലല്ല. അത് ഇട്ടാ പണി കിട്ടും. അപ്പൊ ഇത് നല്ല സ്മെല്ലാണ് ഇട്ട് കഴിഞ്ഞാലേ, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് പൊതുവെ അധികം ഇളങ്ങിയതാണ്. അപ്പൊ നന്നായിട്ട് അമർത്തണം. അപ്പൊ ഇവിടെ റെഡിയാണ്. ഈ പൊതുവെ ഈ ദോശ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? നമ്മള് ഈ കളറും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു തേങ്ങയും കാര്യമൊക്കെ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മള് നാളെ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് കുഞ്ഞോള് കൊടുത്തയച്ചില്ല ദോശ. അതെ, അത് ഇതല്ലേ? നല്ല ടേസ്റ്റ് ചിക്കൻ കറി കൂട്ടിയാണ്ട്. അതെ, സൗണ്ട് കേൾക്കുമ്പോ ദോശ, നമ്മളെ ദോശ ദേശീയ കടി. ദോശ ദേശീയ ശബ്ദമാണ്. ദേശീയ കടി, ദേശീയ ശബ്ദമാണ്. ഇതല്ലേ അവള് കഴിച്ചാലും ഒരു ദോശയായിട്ട് കഴിക്കുള്ളൂ. കാരണം അവള് ഭയങ്കര കൺട്രോളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അല്ല ഇപ്പൊ കുറച്ച് കുറഞ്ഞിരിക്കുന്നു കേട്ടോ. ഒരു മാസം കൊണ്ട് എനിക്ക് കുറഞ്ഞിട്ടില്ലെങ്കിലേ ഇന്ന് എങ്ങനെ വിളിച്ചു അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ. ഓക്കെ, അതെങ്ങനെയാ അപ്പൊ കുറയണ്ടേ? അപ്പൊ ചിക്കൻ കറി ഇത് ആർക്കോ വേണ്ടിട്ട് തിളച്ചിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്. അപ്പൊ ഇതുപോലെ ഈ രായി ദോശയൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും കഴിക്കണേനാണ്. കാരണം അപ്പൊ കഴിക്കണവരൊക്കെ അതിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, വിവരങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അല്ല ഇതിട്ടൊരു വേറൊരു കുന്നുണ്ടല്ലോ കലക്കൽ, കുഞ്ഞോള് കലക്കൂലേ? അങ്ങനെ ടേസ്റ്റ് ആണ്. ഒരു പായസം മാതിരി ഉണ്ടാക്കും, അതും ടേസ്റ്റ് ആണ്. അടിപൊളി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അങ്ങനെ ആക്കല്ലേ? ഒരു ഏലക്കായ ഉത്തിര രായിട്ട് കലക്കിയിട്ടുണ്ട് ഉണ്ടാക്കുക. ശർക്കര ഇടാവുന്നില്ല, ശർക്കര ഇടാതെ തന്നെ ടേസ്റ്റ് എപ്പിട്ട് കാണും. അപ്പൊ പൊന്നൂര് ടേബ് റെഡി ആയതിന്റെ ശേഷം ആള് ഫുള്ള് അതിന്റെ പുറകെ മോൾട്ടിൽ അങ്ങോട്ട് പോയിക്കണേ. ചാർജ് കഴിഞ്ഞിട്ട് ടേബ് കുത്തി വെച്ചിട്ട് ഇനി ഞാൻ വിടൂല, അവിടെ ടി വി കാണാൻ പോയിക്കണേ. അപ്പൊ ആള് ഇവിടെ ഇല്ല. അപ്പൊ ഞങ്ങള് ഇതൊന്ന് ഏകദേശം റെഡി ആയിട്ട് കഴിക്കാൻ പോവാണ്. ബാക്കി വിവരങ്ങൾ ഇപ്പൊ പറയാം അല്ലേ? അപ്പോൾ വെയിറ്റ് കുറക്കാനുള്ള ആള് തിന്നണത് 1, 2, 3 രായി ദോശ. 3 രായി ദോശ വെറും പേപ്പറിന്റെ അത്ര ചിക്കൻ കറി ഇതാ ചെറുതല്ലേ? ചിക്കൻ കറി ഞാൻ കുറച്ച് ഒരു കഷ്ണം എടുത്തെടുത്ത്. നമ്മളെ കുട്ടിമോന് ദോശയാണ്. ദോശല്ല, ചോറ് പേച്ചക്കണ്. മതിയാ? അടിപൊളി ദോശ, ഇത് സൂപ്പറാണ് കാണാം. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകണേ അല്ലേ? എങ്ങനെയുണ്ട് നോക്കട്ടെ. പിന്നെ വേറെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വേറൊരു കാര്യം, ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. പറഞ്ഞുതരാം. ഇപ്പൊ പറയാം, കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. അടിപൊളിയാണ്. ഫ്രഷ് വരും, രാത്രി എടുക്കണോണ്ട്. അപ്പൊ ഞങ്ങളെ രാത്രിക്കത്തെ ഫുഡ് ഇതാട്ടാ. 5 രായി ദോശയും 5 ഇല്ല, 1.5 കഷ്ണുള്ളിന്റെ ദോശ. പൊന്നു ഇവിടെ ഇല്ല കേട്ടോ. പൊന്നു ഇവിടെ മോൾട്ടിന്റെ അടുത്താണ്. ഓനങ്ങോട്ട് വിളിച്ചെടുത്താൽ ചിലപ്പോ അവിടെ നിന്ന് തട്ടിയിട്ടേ വരുള്ളൂ. വൈകുന്നേരം അവിടുന്ന് പൊറാട്ടയും കറിയും. അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയാ, ലൈവ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെന്താ വെച്ചാൽ നിങ്ങളോട് പറയാണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. നമ്മൾ എന്താണ് ഒരുപാട് സ്ഥലം നോക്കി, പക്ഷെ ഒറ്റൊന്നും നമ്മക്ക് പറ്റണില്ല. കൊക്കിലൊതുങ്ങണില്ല. 3.5 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം. പിന്നെ വില കുറഞ്ഞത് കിട്ടുകയാണെങ്കിൽ റോഡ് സൗകര്യം ഇല്ല. ഉപയോഗശൂന്യമായ സ്ഥലം കുണ്ട് മാന്തിക്കാണ്ട് താഴത്ത് കുണ്ടൊക്കെ പോകണം. അതല്ലെങ്കിൽ ഒരു മല, ആ മലയുടെ താഴെ കിട്ടൂല, മേലെ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളാണ്ട് വെട്ടി താത്തി അങ്ങനത്തെ ഒക്കെ സ്ഥലമുണ്ട്. 1.25 റേറ്റിനൊക്കെ കിട്ടണം. സ്ഥലം എടുക്കണ പൂതി കുറച്ച് ദിവസമായിട്ട് കെട്ട് ആകെ ടെൻഷനായി. പിന്നെ പാടുണ്ട് 1.60 നികത്താത്ത പാടം. പിന്നെ അത് നികത്തി ഉണ്ടാക്കി നല്ല സംഖ്യ ആവും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, പിന്നെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ അവിടെ വെള്ളമില്ല.
വഴിയില്ല, വില കുറവ് കാണുന്നത് വഴിയില്ല, അങ്ങനെയൊക്കെ കൂടി ചിലടത്ത് കുറെ സ്ഥലമുണ്ട് അതിന് തരൂല. കുറെ ആൾക്കാർ കുറെ സ്ഥലം വീണ്ടും 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 വാങ്ങിട്ടില്ല. എന്താണാവോ ചിന്തിച്ചു കഴിഞ്ഞാലേ ചിന്തിച്ച ഒരു കുന്തുല്ല അറിയില്ലേ. നമ്മള് മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. നമ്മള് ചെന്നിട്ട് ബുക്കുണ്ട് ചായ കൊടുക്കണേ ഒന്നായിട്ട് കൊടുക്കുള്ളൂ. കൊടുക്കാൻ വെറുതെ എടുത്തിട്ടാണ് അങ്ങനെയൊക്കെ. 10-60 സെന്റൊക്കെ ആരും ഒറ്റക്ക് വാങ്ങുക. ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും വാങ്ങൂല. എന്നുവെച്ചാ നമ്മളെ ഈ പെര നിക്കണ ഏരിയ ഒക്കെ 3 ലക്ഷം 3 ലക്ഷം 3 ലക്ഷം. പിന്നെ കുറച്ചും കൂടി കയറി പോകുന്നോറും വില കൂടുകയാണ്. കീപ്പിട്ട് വില കുറയും, മേലേക്ക് വില കൂടുക. എന്തൊരു റേറ്റാന്നറിയാം, തൊള്ളി തോന്നിയ വിലയാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ കുറേ ആയിട്ട് സ്ഥലം അന്വേഷിച്ച് നടന്ന് ആകെ ചടച്ചു പോയി. എല്ലാവരോടും മുഴുവൻ ചോദിക്കും. അങ്ങനെ നടന്നപ്പോ ഏതായാലും ഒന്നിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ കണ്ടിട്ടുണ്ട്. അത് എന്താവുന്നൊന്നും ഉറപ്പില്ല. അപ്പൊ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം എന്താ പറയാ പറഞ്ഞ് ഏകദേശം നമ്മൾ ചിന്തിച്ചൊക്കെ ഭാഗത്ത് തന്നെയാണ്. നമ്മളെ ഏരിയയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, നമ്മളെ പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പോ ഉറപ്പായിട്ടില്ല കേട്ടാ, ഒന്നും ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. അപ്പൊ കിട്ടാനും വേണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും പറയാൻ പറ്റില്ല. പഠിച്ചോ അങ്ങനെ കണക്കാക്കി ഇങ്ങനെ പറയുമ്പോ നമ്മള് ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് പോകുന്നങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കും. നല്ലൊരു നമ്മൾ ഇത്രയും നല്ലൊരു വീടും ഇതൊക്കെ കൊടുത്തോണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു ദുഃഖം മാറാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു സ്ഥലവും ആയി കിട്ടാന് എല്ലാരും പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്നിപ്പോ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അതെന്താണെന്നൊന്നും അറിയില്ല, ഒന്നും ആയിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ ഞങ്ങളോട് വിവരം പറയണ്ട്, എവിടെയാണ് സ്ഥലമൊക്കെ കാണിച്ചു തരണ്ട്. ആയില്ലേ പോയി. അപ്പൊ അങ്ങനെ അപ്പൊ ആ വിവരം ചെറിയൊരു പ്രതീക്ഷ പറയാൻ പറ്റൂല. എന്താ പറയാ, അങ്ങനെ തന്നെ. അപ്പൊ ബാക്കി ഇനി അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കൺഫേം ആയതിന്റെ ശേഷം ബാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നത്തെ വീഡിയോ. പൊന്നു ഇവിടെ ഇല്ല, പൊന്നോട് കുഞ്ഞിപ്പാനെ കാണാൻ പോയി ഭയങ്കര സൗണ്ട്. പോർച്ചുഗലാണ്. ഫോൺ വിളിച്ചു. ഞാൻ അമ്മ അവിടെ കിടക്കണ്, പോർച്ചുഗൽ 3 ഗോൾ അടിച്ചിക്കണ്. അപ്പൊ അവിടെ കുഞ്ഞിപ്പാൻ്റെ അടുത്ത് പോയി കിടന്നിക്കണ്. മോൾട്ടി ഇങ്ങോട്ട് വരുന്ന ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ അവിടെ കിടക്കണ്. ഇപ്പോഴത്തെ ഒരു ദിവസം ഇതേപോലെ പന്തളിച്ചാൻ പോയിക്കാണ്ട് എന്താണ് അമ്മ എനിക്ക് എന്താണെന്നറിയില്ല, നിങ്ങളെ കാണാൻ ഇങ്ങനെ പൂതിയാവും, അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയും. ഇപ്പം ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇന്നെ കാണാനൊന്നും പൂതിയില്ല. അപ്പോൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കുട്ടിമ്മ പറയുന്നത് രാത്രിയാണ് ഈ വീഡിയോ എടുക്കണേ കേട്ടാ. അപ്പൊ നേരത്തെ ഏതായാലും നിങ്ങളോട് പറഞ്ഞല്ലോ, ഇപ്പൊ മുഴുവനാക്കണല്ലോ. അപ്പൊ ഇതാണ് ഇന്നല്ല ദോശമ്മ ഞാൻ എഴുതും. ഇന്നല്ല അത് ഞാൻ ഉണ്ടാക്കുമ്പോ പറിച്ചോണ്ട് അങ്ങനെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നത്. ഞാനൊന്നും ആദ്യമൊന്നും രായി പറഞ്ഞേക്കാം. നമ്മൾ പാവപ്പെട്ടവർക്ക് എന്ത് രായി, പാവപ്പെട്ടവരുടെ റേഷൻ കടയിൽ അരിയും ഇതൊക്കെ കഴിച്ച് മാത്രമല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഇവിടെ മാതിരല്ല കേട്ടോ. ഞാൻ കുറെ രായി ഇന്ന് വന്ന ഞാൻ രായിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. പിന്നെ ഗതികേടോട് തിന്നുണ്ട്. ഇനി പരിഭക്ഷണം ഒഴിവാക്കണല്ലോ വെച്ചിട്ട്. നല്ല അടിപൊളി സാധനമാണ്, അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കത് വായിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ അസ്വസ്ഥത ഒക്കെ വരും. പള്ളിയുള്ള ആൾക്കാർക്ക് പറ്റൂല, ദഹിക്കും. എന്താന്ന് അറിയാം, എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥത ഒക്കെ വരും, കുളിച്ചു തേടലൊക്കെ വരും. ഇപ്പൊ ഓക്കെ. അപ്പൊ രായാണ്, ഉയർന്നല്ല. അതിന് നാളെ ചുടുമ്പോഴും ഞങ്ങളിപ്പോ ഉയർന്ന് ദോശ കഴിച്ചു. അപ്പൊ രായി കഴിച്ചു, അൽഹംദുലില്ലാ ഹൈറാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല, എന്നെ ചെറിയ ഒരു പ്രതീക്ഷകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നിങ്ങളൊക്കെ പ്രാർത്ഥനയും പടച്ചോൻ പയ്യാനല്ലേ, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളെ ഫാമിലി കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ പറയാം, നല്ലതായാലും ആകാത്തായാലും നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റിൻ്റെ അറിയിക്കുക. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം, മനസ്സിലായോ? അപ്പം ഞങ്ങളുടെ അഭിപ്രായം പറയാനും ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാൻ ഒരുപാട് ആൾ, ഞങ്ങളെ കളിയാക്കാനും ഞങ്ങളെ ഒറ്റപ്പെടുത്താനൊക്കെ നിങ്ങളെ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ പറയരുത്. കളിയാക്കുന്ന ചില ആളുകൾ ആ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യും. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്, അല്ലേ?
ശരിയാ. കൂടുതൽ ആളുകളും 100% സത്യം 99% ആൾക്കാരും കമന്റ് ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത്ത ഞങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ കൂടെ ഉണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാ ഒരുപാട് ഒരു വശം തീർത്തും 100% ഒറ്റപ്പെടുത്തി കഴിഞ്ഞു, ഒഴിവാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാന്. ആ ഒരാൾക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. മാള് പറയും പോലെ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നവര്, അത് അവരൊരു അറിവില്ലായ്മ, അവരുടെ സംസ്കാരം. എൻ്റെ ഒരു വശം 100% ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട്, ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിക്കാണ്ട് മാളു അങ്ങനെ എങ്ങനെ എനിക്ക് ആ കമന്റ് വായിക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷാന്നറിയോ. നമ്മള് ലൈവ് ചെയ്യുമ്പോ വരെ ചില വ്യക്തികൾ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ 99% ആളുകളും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യണ സംസാരിക്കണേ. ഞങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് അല്ലേ, നമ്മളെ പറ്റി ആർക്കും ഒന്നും അറിയില്ല, ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതോ ഒന്നും അറിയില്ല. പിന്നെ ഒന്നും ഉറപ്പുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് വെച്ച് ഒരാളോട് പെരുമാറൂല. ഉള്ളും പുറം ഒരേപോലെയാണ്. അതുകൊണ്ട് നമ്മൾ ആർക്കും പറ്റൂല. നമ്മളെല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ ആർക്കും പറ്റൂല. അപ്പം അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എന്താ പറയുക, വേറെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. വീട് പോയി ഞങ്ങൾ കടം വീടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എന്തോ ഒരു പുതിയ ജീവൻ തിരിച്ചിട്ടേക്ക് കഴിക്കണം, കടങ്ങൾ വീടിയപ്പോൾ തന്നെ. അപ്പോൾ എന്താ പറയുക, ബാക്കി വീഡിയോസിൽ വീടിൻ്റെയും എന്താ പറയുക സ്ഥലത്തിൻ്റെയും സ്ഥലമെടുത്തതും ഇനിയിപ്പോൾ വാടകയൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, നല്ല മനസ്സോടെ ജീവിക്കുക, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എന്താ ചെയ്യില്ല, എല്ലാം പോസിറ്റീവായി എടുക്കുക. നമ്മളെ ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പലവരുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളുണ്ടാവും, ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ ഇടപെടും വേണ്ട. നമ്മളുടേതായ പ്രശ്നങ്ങളിൽ നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അതിന്റെ വീത്താൽ അത് തീർക്കാൻ നടക്കുക. മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല. ഒരാളെ സ്വസ്ഥത നശിപ്പിക്കരുത്. നമ്മളെ ഉള്ളിൽ എന്താണോ അത് ചെയ്യുക. നമ്മളെ ചീത്തയാണെങ്കിൽ അത് നന്നാക്കാൻ നോക്കുക. ഞാൻ എൻ്റെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം, മനസ്സിലായി? നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മളൊന്നിനും പോണില്ല, നമ്മളാരെയും സംസാരിക്കണില്ല. പിന്നെ നമ്മക്ക് എന്താ പറയുക നമ്മളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ ഇടപെടും വേണം, എല്ലാം ഇട്ടെടുക്കാൻ പറ്റൂല. അപ്പം അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നല്ല പോസിറ്റീവായി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. ഒരു മനുഷ്യന് ചീത്ത വശമുണ്ട്, നല്ല വശമുണ്ട്. നല്ല വശമുണ്ട്. ആ ആൾ ആ ചീത്തയും പ്രവർത്തിക്കും, നല്ലതും പ്രവർത്തിക്കും. അപ്പോൾ അത് നമ്മൾ പൊരുത്തപ്പെടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വരും വീഡിയോസിലുണ്ടാവും. നാളെ കാണാം. നാളെ നല്ല വീഡിയോ ആയിട്ട് വരണ്ടേ. അപ്പോൾ എല്ലാവർക്കും ബൈ.